നമ്മൾ ക്രിസ്റ്റലിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയതൊന്നും എടുത്തു വെച്ചില്ല കേട്ടോ ഇവിടെ. അത്രേ ഉള്ളൂ, അത് മതിയാവനെ. ഓ ഇവിടെ കയറാ, ഇവിടെ കയറക്കെ. ജലദോഷം പിടിച്ചല്ലോ, ഇന്ന് മരുന്ന് തന്നില്ലേ ചേട്ടൻ? മൃഗാശുപത്രി പോയി മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേക്കോ. ആട്ടുമാമ വെൽക്കം ടു ബിന്ദുസ് ഡ്രീംസ്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കോളേജിലൊക്കെ പോയിട്ട് വന്നേ. ഇപ്പം ചേട്ടൻ എനിക്ക് വൈകിട്ടത്തേക്ക് ചായക്ക് ഒരു സൂത്രം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് കൂട്ടി കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നപ്പോൾ ചേട്ടൻ എന്താ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരിയാണോ ഇട്ടുള്ളൂ? കുറച്ചധികം വേണമായിരുന്നു കുടിക്കാൻ. എനിക്ക് ഭയങ്കര ആ ചേട്ടനാണല്ലോ. മീൻ തീർന്നല്ലോ. ഞാൻ വേറും 2 കഷ്ണം കൊണ്ടുപോയ. പിന്നെതാ കിഴങ്ങ് കറിയായിരുന്നു ഒന്ന് വെച്ചത്. പിന്നെ ഇത് മീനുണ്ടായിരുന്നു, വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ധാരാളം എനിക്കിഷ്ടാട്ടോ ചേട്ടാ ബീട്രൂട്ട് ഇങ്ങനെ വെക്കണേ. ക്യാരറ്റും ഉണ്ടായിരുന്ന കൂടെ. നല്ലതാ, ബ്ലഡൊക്കെ ഉണ്ടാവാൻ നല്ലതാ. എനിക്ക് ബ്ലഡ് കുറവാ. ആ പാത്രം വേണ്ട, പേപ്പറാ അത്. കത്തിക്കാനിട്ടേരാ, അതിനകത്തേക്ക് ഇട്ടേരാ. ചേട്ടാ ഇത് തിന്നിട്ട് ഇനി കാലിയാക്കാം. എനിക്ക് വയ്യാത്തോണ്ടാ. ഒന്ന് വരാവോ? തിന്നാൻ തന്നേ. തിന്നാനായിട്ട് ചേട്ടൻ എടുത്തതാ. മുന്തിരിങ്ങ ഇല്ലെന്ന് അവൻ പറഞ്ഞ. അത് പിന്നെ കഴിക്കാൻ ചേട്ടാ, ഇപ്പം അല്ലാത്ത ഉണ്ടല്ലോ. ഈ ചേട്ടൻ ഫ്രിഡ്ജിനകത്ത് എന്തുണ്ട് എല്ലാം വെളിയിലെടുത്ത് വയ്ക്കും, എന്നിട്ട് അത് ചീത്തയായിരിക്കും. ആ കേക്കോടെ കളഞ്ഞേരാ. ആ കേക്ക് കൊള്ളില്ലായിരിക്കും ഇനി ഇല്ലേ? ആ വലിയ പെട്ടി അത് കോഴിക്ക് കൊണ്ട് വെച്ച് കൊടുക്കാം. അത് പൊറോട്ട ഇന്നാള് വാങ്ങിയത്. ഇന്നാള് ലാസ്റ്റ് വാങ്ങിയത് ഞാൻ എടുത്തു വെച്ചത്. അപ്പൊ ഞാൻ ചേട്ടൻ ഏത് പൊറോട്ട എടുത്ത് കഴിച്ചോളൂ. ആ ചേട്ടാ എനിക്ക് അതൊന്ന് ചൂടാക്കി തരുമോ? ചേട്ടൻ പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വെച്ച് അതിന്റെ മുകളിൽ വെക്കില്ല, അതിലേക്ക് വെള്ളം ചാടൂന്നേ. ഈ ബീട്രൂട്ടിനകത്തേക്ക് വെള്ളം ചാടൂന്ന, മനസ്സിലായോ? ചെറിയ പാത്രത്തിനകത്ത് എന്തെങ്കിലും. ഇവിടെ ഒരു കടുക് പൊട്ടിക്കാനായിട്ട് ചെറിയൊരു അലൂമിനിയത്തിന്റെ ഇത് കൂട്ട് ചെയ്തോണ്ടായിരുന്നു. ആ അതിലാദ്യം പോട്ടി ചൂടാക്കണം. പോട്ടി മാറ്റി അതിടാം. പോട്ടി ചൂടാക്കി കഴിഞ്ഞാൽ ബീഫ് ചൂടാക്കണം. അപ്പം ആ ബീഫ് കൂട്ടിയിട്ട് പഴംപൊരി കഴിക്കുന്നതായിരിക്കും. എൻ്റെ ഉണക്കമീൻ മൊത്തം തീർത്തു. ഞാൻ 2 കഷ്ണം കഴിച്ചുള്ളൂ. എനിക്ക് ഉണക്കമീൻ മറുത്ത് തന്നെ. മൂന്ന് പൊട്ടി വാങ്ങിയായിരുന്നോ? ഞാൻ 2 പറഞ്ഞ. നമ്മൾ ക്രിസ്റ്റലിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയതൊന്നും എടുത്തു വെച്ചില്ല കേട്ടോ. ഇവിടെ എല്ലാം ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കണേ. പരിപ്പോടെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബർബൺ അതാണത്. ബർബൺ എന്താടാ വിശേഷമൊക്കെ?
വിശേഷം എന്താ? ആയുഷിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വൃത്തിക്ക് പറ. ബർത്ത്ഡേ ആയിരുന്നു എടാ ബർത്ത്ഡേ എന്ന് പറയാൻ കൊള്ളില്ല. ബർത്ത്ഡേ. ആ ഇന്നല്ല നാളെ ശരിക്കും. അവന് ഇന്ന് മുട്ടയുണ്ടോ? അവൻ വരുമെന്ന് വെച്ച് ബർത്ത്ഡേക്ക്. നീ ലൊക്കേഷൻ ഇട്ട് തരുവാണെങ്കിൽ ബർത്ത്ഡേ അല്ലടാ ബർത്ത്ഡേ. ബർത്ത്ഡേ ലൊക്കേഷൻ ഇട്ട് തരുവാണെങ്കിൽ വരാന്ന് പറഞ്ഞു. വിടുവോ? ഇല്ല വിടൂല. വിടൂലാത്തോണ്ട് ഇപ്പൊ അങ്ങനെയൊന്നും പോണ്ട കാര്യമില്ലല്ലോ. വേണ്ട. ചായ വേണോ? കട്ടന. അങ്ങനെ ആൻസൂട്ടൻ ഇന്ന് രാവിലെ ആട്ടിൻപാല് ചോക്കോസ് ഇട്ട് കുടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നോ? ഇനി കുടിച്ചോളൂല്ലേ? ഗുഡ് ബോയ്. ഞാനാണ് വീഡിയോ പിടിക്കുന്നത്. ചേട്ടൻ അതുകൊണ്ട് ജോലികളൊക്കെ ചെയ്യും. എനിക്ക് ഒവാവായതുകൊണ്ട് ചേട്ടൻ എന്നെ കോളേജിൽ വന്ന് കൊണ്ടുപോകുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ആൾക്കാരൊക്കെ കാണൂട്ടോ. താറാവിനെ കാണാതെ പോയിന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സെന്റ് ആന്റണിക്ക് നേർച്ച അടിച്ചാൽ മതിന്ന്. ഇപ്പൊ മൃഗങ്ങളുടെയൊക്കെ ദൈവമാണോ ചേട്ടാ മൃഗങ്ങളെ കാണാതെ പോകുമ്പോഴൊക്കെ? ഞാൻ മുതലക്കൊടുത്ത് മുത്തപ്പനെ നേർച്ച ആർന്നിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് സങ്കടമായപ്പോ. എന്റെ താറാമ്മ പാവമായിരുന്നു. അത് നന്നായിട്ട് ഇണങ്ങിയ താറാവുമായിരുന്നു. ഉണ്ട്. നമുക്ക് തിന്നാവേ. ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് അവധിയാണ്. ശനിയുണ്ട് ഞായറും ഉണ്ട്. ശനിയാഴ്ച ഓൺലൈൻ ക്ലാസ് ഉണ്ട്. 1 അവറേ ഉള്ളൂ. എല്ലാ ദിവസവും എനിക്ക് 1 അവറേ ക്ലാസ് ഉള്ളൂ കേട്ടോ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതാ നടക്കുന്നത് കണ്ടോ. കുഞ്ഞോട്ട എന്തിയാന്നൊന്ന് നോക്കിയിട്ട് വരാം. മാക്കുച്ചേട്ടായി കിടക്കുവാണോടാ? നല്ല ചേട്ടായി ആണല്ലോ മാക്കുച്ചേട്ടായി. മാക്കു എന്ത് നല്ല മോനാന്നറിയോ? മാക്കു നല്ല വീട്ടിനകത്താ കിടന്നേ. മാക്കു വീടിനകത്ത് കിടക്കുന്ന സേഫ്. കാരണം ഈ പരിസരത്ത് ആര് വന്നാലും ഒരു കാൽപെരുമാറ്റം കേട്ടാലും മാക്കു വീടിനകത്തിരുന്ന കുരയ്ക്കും. എനിക്ക് അപ്പുറത്തെ വീട്ടിലായാലും ഏക രക്ഷ ഉണ്ടായിരുന്ന മാക്കു ആയിരുന്നു. നമ്മുടെ കൂടെയാണല്ലോ അവൻ കിടക്കുന്നത്. പക്ഷെ ആ പരിസരത്ത് ആ ഗേറ്റിങ്കിൽ വരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്ര അകലെ ആയാലും മാക്കു അറിയും. ഒരു ദിവസം ഞങ്ങളുടെ അപ്പുറം ഹൗസ് ഓണർ ചേട്ടനോ ചേച്ചിയും കൂടെ വന്നപ്പം മാക്കു പെരക്കാത്തിരുന്ന സൗണ്ട് കേട്ട അവർ ഗേറ്റിലെത്തിയപ്പോഴത്തേക്ക് കുറച്ചപ്പോൾ അവർ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു. ഇവൻ ഞങ്ങൾ ഗേറ്റിലെത്തിയപ്പോഴത്തേക്ക് വലിയ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ഗേറ്റിലെത്തിയപ്പോഴത്തേക്ക് അവൻ പെരക്കാത്തുനിന്ന് കുറയ്ക്കുന്ന കേട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇവൻ വെളിയിൽ കിടന്ന് കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേട്ടെന്ന് വരില്ല. ഇവൻ വീടിനകത്താണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും എന്തെങ്കിലും ആളനക്കം കേട്ട് കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് അങ്ങനെ ആരെങ്കിലും കള്ളന്മാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറന്നങ്ങ് വിട്ടാൽ മതി, ചാടി വീണോളും. സിംഹം പോലെ ഇരിക്കുന്ന ഇവൻ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സേഫ് അതാണ്. നമ്മുടെ കൽകക്കൂട്ടന്മാരെ കണ്ട ഒരു പെണ്ണും ഒരു ആണും ആണെന്ന് വിചാരിക്കുന്നു. കുഞ്ഞോട്ടേനെ കണ്ടില്ലല്ലോ. കുഞ്ഞുമോട്ടേ, കുഞ്ഞുമോട്ടേ, കുഞ്ഞുമോട്ട എന്തിയാ ചേട്ടാ? ഇവിടെയും കണ്ടില്ല. ബബ 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 ബബ. കുഞ്ഞുമോട്ട എന്താ ചേട്ടാ കുഞ്ഞ? എടാ ആൻസേ, കുഞ്ഞുമോട്ട എന്തിയാ നോക്കിയടാ? ഇവിടെ എങ്ങും കണ്ടില്ല. ഏതാ വയ്യേ?
താറാവും ഉണ്ടായിരുന്നോ? ഞാൻ നോക്കിയപ്പോ ഏതാടാ? നോക്കിക്കോ, അതിന് വയ്യേന്ന് പേടിച്ചിട്ട് കിടക്കണം. ആ വെള്ളപ്പൂവിനും ഇപ്പൊ കൊത്തി തുടങ്ങിയേ. കുഞ്ഞോട്ടെ ഓടിക്കല്ലേടാ, പതുക്കെ എടുത്ത് തന്നേടാ പോയി. ബേബേ ബേബേ എന്ന് പറഞ്ഞ് കുനിഞ്ഞാൽ മതി, നിലത്തിങ്ങനെ കുത്തിയാൽ മതി, അപ്പം അത് ഓടി വരും. ബേബേ 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 വിളിക്കടാ. ബേബേ 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 ബേബേ. ഇവിടെ അളവാക്കൂ. എടാ അങ്ങനെ പേടിപ്പിച്ചോണ്ടല്ലടാ അതിന് എടുക്കേണ്ടതാ. എനിക്കവിടെ ഇറങ്ങാൻ വയ്യാത്തോണ്ടാ. പതുക്കെ ചെല്ലേ. എടുക്കണ്ട, അതിലടന്നോട്ടെ. ഓ കറ അടി അടി. ഇവൻ്റെ അടി കൊടുക്കട്ടെ. ഇവനാര് കോഴി പിടിക്കാൻ. അവൻ കുറുക്കനാണ്. കുഞ്ഞോട്ടെ ബാ ബാ ബാ. ബേബേ ബേബേ ബേബേ. ആടാ ബേബേന്ന് വിളിക്കടാ. ഇവന്റെ നോട്ടം നോക്കിക്കേ. ലോകത്തില്ലാത്ത നോട്ടത്തെ എത്തിയതൊന്നും അവന്റെ കാര്യം. ഇവൻ കേറി നിക്കണ നോക്കിക്കേ. ഇവൻ എന്റെ വാലാടറ നോക്കിക്കേ. ഇവൻ പേടിക്കണ്ടടാ. അവനൊന്നും ചെയ്യില്ല. അവൻ മണത്ത് നോക്കിയൊരു ഉമ്മ വന്നിട്ട് പോവുള്ളൂ, അത്രേ ഉള്ളൂ. മാക്കു ചേട്ടായി മണത്ത് നോക്കും, ഒരു ഉമ്മയും കൊടുക്കും, അത്രേ ഉള്ളൂ. അത് മതി അവന്. ഓ ഇവിടെ കയറ. ഇവിടെ കയറിക്കേ. ആ വിടണ്ടറാ അതിനെ, എടുക്കാം അതിനെ. മറ്റേ നോട്ട് നോക്കിക്കേ. കയറാ മുകളിൽ. കാര്യമൊക്കെ ശരിയാ. വേറെ വല്ലവരും ഇവിടുത്തെ കോഴിയെ തൊട്ട് കഴിഞ്ഞാൽ മാക്കുൻ്റെ സ്വഭാവം മാറും. ഓ ഇതെന്നാ മൊത്തം പടത്ത് നോക്കണം. അടി മാക്കു, അടി മാക്കു, അടി. ഇവൻ ചാടൻ എൻ്റെ കാലിലേക്കാ. കുഞ്ഞുമാക്കു എൻ്റെ കുഞ്ഞുമുട്ട. എൻ്റെ കുഞ്ഞുമുട്ടയാടാത്. നീ പോടാ. കുഞ്ഞുമുട്ടാന്ന് വെച്ചാൽ ആരാത്? കുഞ്ഞുമുട്ടാന്ന് വെച്ചാൽ ആരാത്? ഇതാണ് കുഞ്ഞുമുട്ട. ജലദോഷം പിടിച്ചല്ലോ. ഇന്ന് മരുന്ന് തന്നില്ലേ? ചേട്ടൻ മൃഗാശുപത്രിയിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേക്കോ. ചേട്ടാ, ചേട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. നോക്കട്ടെ. ആ കമ്മൽ. ആൻസ് കളിക്കാനാണെന്നും പറഞ്ഞ് ആൻസ് ഓടി. ചേട്ടൻ എനിക്ക് പൊട്ടിയും ബീഫും പിന്നെ ഇതെനിക്ക് ചേട്ടൻ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ സ്റ്റോപ്പിൽ. അവിടെ നിന്ന് എനിക്ക് ചേട്ടൻ വാങ്ങിച്ചു തന്നതാണ്. പഴംപോളിയും ഒരു പാത്രം എടുക്കാം. മൂന്നെണ്ണാണോ വാങ്ങിയുള്ളൂ? അതിനാ ഉച്ചയ്ക്ക് പഴംപോളി എടുക്കാം. പരിപ്പോടെ ഉച്ചയ്ക്ക് വായി പല്ലില്ല. എവിടെയാണെന്നറിയാവോ? ബോളി ഇതെന്നെ ഇരുട്ടത്ത് വന്നിരിക്കണേ. വെട്ടോ ഇടാതെ. ഇത് ഇച്ചിരി ഇട്ട് തരാവോ? മുക്കി തിന്നാനാ. പഴംപോളിയും പരിപ്പ് വടയും ഒന്നിരിക്കട്ടെ. ഓ
അവനിതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതിന് കാരണം വെള്ളം കുടിച്ച് കുടിച്ച് വയറ് നിറച്ചു. ഇന്നലെ വലിയ കുപ്പി അവനെ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് പോയതാ. കാലിയാക്കി വന്നേ, കുടിച്ചെന്ന് മൊത്തമായിരുന്നു. ഈ പിള്ളേരെ അവൻ വെള്ളത്തിറക്കം ചെയ്യില്ലല്ലോ. ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് വരാം. അപ്പോൾ അത് ചായ കൂടിയും കഴിഞ്ഞ് ചേട്ടൻ ഇറങ്ങിപ്പോയി. ഞാൻ ആ സമയത്ത് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോയേ. ഞാൻ വന്ന വഴി പെട്ടെന്ന് തന്നെ സാരി മാറ്റിയിട്ട് ആ സ്കേർട്ടിൻ്റെ കൂടെ ഞാനങ്ങ് എടുത്തിട്ടതാണ് ഞാൻ ആ നൈറ്റി. അപ്പം പിന്നെ ഞാൻ ഓർത്തു ഇട്ടത് ഡ്രസ്സ് ഇവിടെ ഉണ്ടല്ലോ ഓർത്ത് പിന്നെ അതെടുത്തിട്ടു. ഒരു വൈപ്പോടാ. ആ ചേട്ടനുണ്ട് അതിനകത്താ? ഞാൻ കയറണമൊന്നുമില്ല, ഞാൻ തന്നെ കയറണേ. ആ പെട എന്തേ എങ്ങനെ? ഞാൻ തുറന്നിട്ടു. അപ്പൊ ഞാൻ ആദ്യമേ ഇച്ചിരി ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടുന്ന് എല്ലാ കോഴി അങ്ങ് പോയി. ആ പിള്ളേരെ തീറ്റയൊക്കെ തിന്നോ? മാക്കോ ചേട്ടൻ്റെ നോക്കണം. ഓറഞ്ച് പോവാൻ വലുതായി. ചേച്ചി ആട്ടുമാമ ഇപ്പോഴാണ് പെണ്ണുങ്ങളെ തരൂല. തരാൻ കൊള്ളാവെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് തരൂല. ഹലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ആട്ടുമാമ, ആട്ടുമ്പ, ആട്ടുമ്പ, എന്നടി വേണ്ട, എന്നടി വേണ്ട. ഇവക്ക് നല്ല സ്നേഹമുള്ളവളാ ഇവളാണ് അമ്മ, അവളാ മോള്. പടകളെല്ലാം കൊത്തുണ്ടാക്കണം. ചേട്ടാ, കരിങ്കോഴി പൂവനെന്തേ ചേട്ടാ? കോഴിക്കുഞ്ഞ 2 പേരേ ഉള്ളോ? ആ പൂവനെന്തേ കരിങ്കോഴി? കണ്ടില്ല. ബബ 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 ബബ. ബബ 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 ബബ. അവനെ കണ്ടില്ലല്ലോ. അവനെ കണ്ടില്ല കേട്ടോ. കാലും വയ്യാണ്ട് ചട്ടി രാവിലെ കണ്ടതാ ഞാൻ.
നിങ്ങൾക്ക് വന്നില്ല പിള്ളേരെ? വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. അത് ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുവാണ്. കാറ്റുണ്ട്, ആ കാറ്റത്ത്. ആ കരിങ്കോഴി പൂവനെ കണ്ടില്ല. പൂവിനെ എവിടെയാന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷമോ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദി സൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.